നമസ്കാരം. ഇത്തിക്കരയാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം ആറാട്ടുകടവിലാണ് ഇന്നു വൈകുന്നേരം അപകടം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ടവർ സുഹൃത്തുക്കളും അയൽവാസികളുമാണ്. പകൽക്കുറി കൊട്ടിയമുക്ക് സ്വദേശി രാമചന്ദ്രൻ 49, ധർമ്മജൻ 50 എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ആറ്റിങ്ങൽ, പാരപ്പള്ളി ഫയർഫോഴ്സ് ടീമുകളും പള്ളിക്കൽ പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ അടിയൊഴുക്കും വെളിച്ചക്കുറവും കാരണം 7 മണിയോടെ തിരച്ചിൽ നിർത്തിവെച്ചു. രാവിലെ റെസ്ക്യൂ ടീമും സ്കൂബ ഡൈവിംഗ് ടീമും ഉൾപ്പെടെ കൂടുതൽ പേർ അന്വേഷണത്തിൽ പങ്കെടുക്കും എന്ന് ഓഫീസർമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളിലേക്ക്. നമസ്കാരം. ഇപ്പോൾ ഉള്ള ഈ നിലവിലുള്ള സാഹചര്യം എന്താണ്? ഇവിടെ ഈ നിലവിലുള്ള സാഹചര്യം എന്താണ്? നമ്മളുള്ള സാഹചര്യം വെച്ച് മൊത്തം സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നെന്ന് പറയുന്നത് ഇത് ഇൻഫോം ചെയ്തത് തന്നെ വളരെ താമസിച്ചായിരുന്നു, വൈകിയായിരുന്നു. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നമ്മളെ ഇൻഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു, ഇത് മിസ്സിംഗ് ആണോ എന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. പിന്നെ കറക്റ്റ് സ്പോട്ട് കണ്ട ആൾക്കാരും ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലവാസികൾക്കാർക്കും അറിയത്തില്ലായിരുന്നു ഏത് ഭാഗത്തുനിന്നാണ് മിസ്സിംഗ് ആയതെന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചും പിന്നെ നമ്മളൊരു കുറച്ച് സമയം കൊണ്ട് കുറേ ഏരിയ കവർ ചെയ്തു. അപ്പം നാളെ രാവിലെ തൊട്ട് നമ്മുടെ ജില്ലാ ടീം, തിരുവനന്തപുരത്ത് നിന്നും ജില്ലാ ടീം വന്ന് സെർച്ച് ആരംഭിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കും. ഇനി നമുക്ക് ഈ വട്ടം ഇല്ലാത്തത് കൊണ്ടും സാഹചര്യം മോശമായതുകൊണ്ട് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കും. ഇവർ കൃത്യമായിട്ട് ഇത് എവിടുത്തുകാരാണെന്നോ എന്താണെന്നോ ഉള്ള വിവരം വല്ലതും കിട്ടിയിട്ടുണ്ട്? ഇവിടെ പാൽക്കുറിയുള്ള ആൾക്കാർ തന്നെ. പാൽക്കുറിയുള്ളതാണ്. അപ്പോൾ ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. രാവിലെ വീണ്ടും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. എത്ര ആൾക്കാരാണ് മൊത്തത്തിൽ പോയെന്നല്ല? 2 പേരാണ്. 2 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. അതുപോലെ വർക്കല നിലയത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ സ്കൂബ ടീമിൻ്റെ മെമ്പറായി കിട്ടിയിരിക്കുന്നത്. കൂടാതെ കല്ലമ്പല നിലയത്തിലെ ക്രൂവും, അതേപോലെ വർക്കല നിലയത്തിലെ ക്രൂവും, ആറ്റിങ്ങൽ നിലയത്തിലെ ക്രൂവും ഈ സംഭവ സ്ഥലത്തുണ്ട്. 3:45 കോൾ വന്നു. കല്ലമ്പല നിലയത്തിലെ ക്രൂ ഫസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് സ്കൂബ ടീമിൻ്റെ ആവശ്യം വന്ന് എല്ലാവരും അറിയിച്ചു. ഏകദേശം 4:45 സ്കൂബ ടീം എത്തുകയും 5:15 സെർച്ചിങ് ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളം സെർച്ച് ചെയ്തു. നമുക്കിപ്പോൾ ബോഡി കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ നദിയിൽ നല്ല ഒഴുക്കുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കാത്ത വിധം ഇരുട്ടായതിനാൽ സ്കൂബ ഡൈവിങ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉൾപ്പെടെയുള്ള സ്കൂബ ടീം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അതിരാവിലെ തന്നെ സ്കൂബ ടീം ഇവിടെ എത്തുകയും നമ്മുടെ ഈ സെർച്ചിങ് പുനരാരംഭിക്കുകയും ചെയ്യും. ഇവിടുത്തെ പ്രദേശവാസികളുടെ പറഞ്ഞതനുസരിച്ച് 2 പേരാണ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങുകയും നീന്തുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. 2 ഡയറക്ഷനിലേക്ക് നദി ഒഴുകുന്നു. നല്ല ഒഴുക്കോട് കൂടി 2 ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ആ 2 ഡയറക്ഷനിലും പൂർണ്ണമായിട്ടും സെർച്ച് ചെയ്താലേ നമുക്ക് ഈ ഒഴുകിപ്പോയ ആളെ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. രാവിലെ തന്നെ തിരുവനന്തപുരം സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിക്കുന്നതാണ്. താമസിച്ച് കിട്ടി 1 മണിക്കങ്ങാണ്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംഭവം നടന്ന നമുക്ക് സമയം കറക്റ്റ് അറിയില്ല. നമുക്ക് കോള് വന്ന ടൈമാണ് നമുക്ക് നമ്മൾ 3:45 നമുക്ക് കോള് വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റിനകത്ത് നമ്മൾ അപ്പോൾ തന്നെ ഇവിടെ എത്തി. ഒരു 10-15 മിനിറ്റ് എത്തി. അവിടെ നിന്ന് ഓടിയെത്താനുള്ള കല്ലമ്പലത്തിൽ നിന്ന് ഓടിയെത്താനുള്ള ഇദ്ദേഹമാണ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് എത്തിയിരിക്കുന്നത്. സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ 6 അംഗ ടീം എത്തി. ഏകദേശം എത്ര മണിക്ക് എത്തിക്കാണ്? കറക്റ്റ് 4 മണിക്ക് എത്തി. എത്ര മണിക്ക് ഇതിന്റെ തുടങ്ങി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്? തെരച്ചിൽ ആരംഭിക്കാനായിട്ട് സ്കൂബ ടീം വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ താൽക്കാലികമായ ഒരു തെരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് നോക്കിയതാണ്. പ്രതീക്ഷയ്ക്ക് ഒഴുക്കുള്ള വെള്ളമായത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇറങ്ങി ഒരുപാട് നേരം വെള്ളത്തിനടിയിലേക്ക് പോയി സെർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രീ ഡൈവിങ്ങിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒഴുക്ക് വെള്ളത്തിൽ. അതുകൊണ്ട് തന്നെ ഡിങ്കിയും OB എഞ്ചിനും വരേണ്ടതായിട്ടുള്ള ഒരു താമസമുണ്ട്. അപ്പോൾ അത് വർക്കല നിലയത്തിലേ ഉള്ളൂ. കല്ലമ്പല നിലയത്തിന് അടുത്തുള്ള വർക്കല നിലയത്തിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ നിലയത്തിലേ ഉള്ളൂ. പിന്നെ ഡൈവേഴ്സ് എത്തണം. നമ്മളിവിടെ വന്നിരിക്കുന്ന ഡൈവേഴ്സ് ഒരാൾ മാത്രമേ ഡ്യൂട്ടിയിലുള്ളൂ. മറ്റേ ആള് നിഷാന്ത് വന്നിരിക്കുന്നത് അയാളെ വീട്ടിൽ നിന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ ആറ്റിങ്ങൽ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറാണ്. അപ്പോൾ ഇവരെല്ലാം വീട്ടിൽ നിന്ന് എല്ലാം റെഡിയായി നിലയത്തിൽ നിന്നുള്ള ഈ ഡൈവിംഗ് ഉപകരണങ്ങളെല്ലാം സംഘടിപ്പിച്ചെത്തുമ്പോഴത്തേക്കുള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമാണ് നമ്മൾ ഈ പറയുന്ന 4:45 ഡൈവിംഗ് ടീം ഇവിടെ എത്തുന്നത്. ബോധവൽക്കരണം എന്ന് പറയുന്നത് എപ്പോഴും അപകടം ഉണ്ടാകുന്ന നീന്തൽ അറിയാവുന്നവരുടെ ഭാഗത്തു നിന്നാണ് അപകടം ഉണ്ടാകുന്നത്. നീന്തൽ അറിയാവുന്ന ആൾക്കാർ അമിത ആത്മവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നീന്തുന്നത് മൂലമാണ്
നീന്തലുണ്ടാകുന്നത്. അപ്പോൾ നീന്തൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് എന്നൊക്കെ ഉള്ള കാഷറി ബോർഡുകളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ പിൻവാങ്ങും. ചെറിയ നീന്തൽ അറിയാവുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ മുമ്പ് തന്നെ പള്ളിക്ക് പുഴയിൽ 3 പേര് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വർഷത്തിനകത്ത് വെച്ച് തന്നെ. അപ്പോൾ അന്ന് ഇതുപോലെ നീന്തൽ അറിയാത്ത 2 പേരാണ് കല്ലമ്പലം ടീമും അതേപോലെ തിരുവനന്തപുരം സ്കൂബ ടീമും ചേർന്നാണ് 3 പേര് പുറത്ത്. മുന്നറിയിപ്പ് ബോർഡില്ലാതെ തന്നെ നമ്മൾ സ്വീകരിക്കും. ക്ഷേത്രത്തിൻ്റെ കടവാണ്, ക്ഷേത്ര ഭാരവാഹികളോട്. സാർ, അതിനകത്ത് എനിക്ക് പറയാനുള്ളത് 29 പേര് വട്ടത്തിൽ കടവിൽ മരിച്ചിട്ടുണ്ട്, ഓരയിടം വട്ടത്തിൽ കടവിൽ. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചതിന് ശേഷം പിന്നീട് ഇതുവരെ അവിടെ ഒരു മരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് ബോർഡ് നിർബന്ധമായിട്ട് വെക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായവും. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു. മുന്നറിയിപ്പ് ബോർഡ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഇത് കുളിക്കടവായതുകൊണ്ട് തന്നെ ഈ കടവിൻ്റെ ഭംഗി കൊണ്ടും പലരും കുളിക്കാനായിട്ട് ഇവിടെ ഇറങ്ങും. അപ്പോൾ അത്തരത്തിൽ ഇറങ്ങുന്നവരും ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് തീർച്ചയായിട്ടും ക്ഷേത്ര കടവിൽ വേണ്ടതാണ്. അത് പഞ്ചായത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയോ ചെയ്യണം. ഓക്കെ, താങ്ക് യു. നാട്ടുകാരനായ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവാറുണ്ട്. പറഞ്ഞോളൂ, പേരെന്താണ്? എൻ്റെ പേര് ജാതശാരൻ. ഇവിടെ ഈ സ്ഥലവാസിയല്ലേ? ഞാനിവിടെ കൈവേലിയിലാണ്. കൈവേലിയിൽ. ഇവിടെ സ്ഥിരമായി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതൊരു അപകട സൂചന ബോർഡ് അത്യാവശ്യം. ഈ ആറ്റിനൊരു പ്രത്യേകമായ അടിയൊഴുക്കോ അങ്ങനെ കാര്യങ്ങളോ എല്ലാം ഉള്ളതാണ്? ഉണ്ട്. സാധാരണ നിലയിൽ സാധാരണ ആറ്റിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരു വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ചുഴിയുണ്ട്. അപ്പോൾ അതിൽ പെട്ടുപോയ പിന്നെ ആള് കിട്ടൂല. ഇവിടെ ഉള്ളവർ മാത്രമേ അവിടെ ആ സ്ഥലത്തേക്ക് ഇറങ്ങി നീന്താൻ പറ്റൂ. സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്നവർ, ഈ അക്കരക്കര താമസിക്കുന്നവർ, ഇവിടെ കുഞ്ഞാലെ ജനിച്ചു വളർന്നവരല്ലാത്തവർ ഇവിടെ ഇറങ്ങി പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ മരണപ്പെട്ടു പോയ 2 പേരെന്ന് പറയുമ്പോൾ, ഈ വെള്ളത്തിൽ കാണാതായ 2 പേരെന്ന് പറയുമ്പോൾ അവർ സ്ഥലവാസികളാണോ? ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരാണോ? അതൊന്ന് പറയാമോ, എവിടുത്തുകാരാണെന്ന്? കൊട്ടിയമുക്കിലുള്ള. പേരെന്താണ് അവരുടെ? ഒന്ന് രാമൻ, ഒന്ന് ധർമ്മൻ. അവർ സ്ഥിരമായി ഇവിടെ കുളിക്കാൻ വരുന്നവരാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് ഇവിടെ? അവർ ഈ കുളിക്കാൻ വരുന്നതോ ഇങ്ങോട്ട് വരുന്നതോ കാണാൻ നിങ്ങൾ ഇവിടെ നാട്ടുകാരെങ്കിലും കണ്ടായിരുന്നു? കണ്ടിട്ടില്ല. അപ്പോൾ അവരാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. വണ്ടിയാണ്, രാമന്റെ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ഓ, അതുകൊണ്ടാണ്. അവർ രണ്ടുപേരും കൂട്ടുകാരാണോ? രണ്ടുപേരും. എത്ര പ്രായം വരും അവർക്ക്? ഒരുത്തിനൊരു 50 വയസ്സ്, ഒരുത്തിനൊരു 45-50. രണ്ടുപേർക്ക് ഏതാണ്ട് തുല്യ പ്രായം വരും. അവർ അടുത്തടുത്ത വീട്ടിലെ താമസക്കാരാണോ? തൊട്ടടുത്തല്ല, ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസം. അവരെന്ത് ജോലി ചെയ്യുന്നവരാണ്? ഒരുത്തൻ പെയിന്റിംഗ് ആണ്. മറ്റേയാളോ? മറ്റേത് ഡ്രൈവറാണ്. അവർ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളായിരിക്കും ഒരു പക്ഷേ, അല്ലേ? അപ്പോൾ 2 പേര് ബാല്യകാല സുഹൃത്തുക്കളാണ്. അവർ 2 പേരും കൂടിയാണ് ഇവിടെ ഇതാണ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ കുറേ കാലമായി ഇങ്ങനെ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നേരത്തെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ അമ്പലത്തിലെ ഒരു വിശേഷ ദിവസവും പടുക്കുള്ള ദിവസവും ഇതുപോലെ നല്ല ഒഴുക്കായിരുന്നു. അതിൽ ഒരു പയ്യൻ കരയുള്ള നീന്തറിയാവുന്ന പയ്യനാണ്. സംഭവിച്ചത് നേരത്തെ പോലെ വീണ ഒരാൾ മരിച്ചായിരുന്നു. തുണിക്കടയിക്കുന്നു അങ്ങനെ ഇവിടെ സംഭവിച്ചായിരുന്നു. ഇവിടെ നിങ്ങളുടെ ഓർമ്മയിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. എന്താണ് അണ്ണാ, ഇവിടെ ഈ അപകട സൂചനയ്ക്കുള്ള ബോർഡ് നിർബന്ധമായിട്ട് വെക്കണം എന്നൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്യാവശ്യ കാര്യമാണ്. ഇവിടെ ഒരുപക്ഷെ ഇവിടെ നമ്മളിപ്പം ഈ ഒരു ആറ്റിൻ്റെ കരയ്ക്ക് കുളിക്കാൻ വരുന്നവരെ നമുക്ക് വിലക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു അപകടം അവർ ചിലപ്പോൾ നീന്തറിയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും നമ്മൾ വിലക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല. എന്തായാലും അവരിവിടെ വരുന്നവർക്കൊരു അപകട സൂചനാ ബോർഡ് നിർബന്ധമായിട്ട് ഇവിടെ വെക്കണം. അതാണല്ലോ നിങ്ങളുടെ അഭിപ്രായം? സൂചന ബോർഡ് നിർബന്ധമായിട്ടും വേണമെന്നാണ് അഭിപ്രായം. അണ്ണാ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അടിയന്തരമായി ഇവിടെ ഒരു അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. നിരവധി അപകടങ്ങൾ, ഒരുപാട് ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാവുന്നത്. ഒഴുക്കിൽപ്പെട്ട് കാണാതായവരുടെ ബൈക്കാണ് ഈ ഇരിക്കുന്നത്. ഈ ബൈക്കിലാണ് ഇവരിവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.